ഹലോ ഗൈസ്, ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമുനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ആദ്യം ബ്രെഡാണ് ആവശ്യമുള്ളത്. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡിൻ്റെ പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ ഭാഗമില്ലേ, അതും കൂടി വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടി നമ്മൾ പൊടിച്ച് ഇതിലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും ബ്രെഡിൻ്റെ പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാൽ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. പാൽ കുറച്ചായി ഒഴിച്ചാൽ മതി. പാൽ അധികമായാൽ വീണ്ടും ബ്രെഡ് പൊടി ചേർക്കേണ്ടി വരും. നല്ല സ്മൂത്തും സോഫ്റ്റുമായിട്ടുള്ള മാവ് പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഇതിൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിലായിട്ടോ വെക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സോഫ്റ്റും സ്മൂത്തുമായ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ.